ആർമിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമി കൂട്ടായ്മയുടെ ഒരു സ്വർഗീയ സമ്മാനം നമ്മുടെ കുടുംബത്തെ സ്വർഗോന്മുഖമാക്കി മാലാഖമാർക്കൊത്ത വിധം വിശുദ്ധർക്കൊത്ത വിധം നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ചെറിയ പരിശ്രമം. നമ്മുടെ തമാശകളും വിശുദ്ധരുടെ ജീവിതങ്ങളും നമ്മുടെ കുടുംബത്തോടൊപ്പമുള്ള അനുഭവങ്ങളെല്ലാമായിട്ട് ഒരു ചെറിയ ഒരു ആത്മീയ യാത്ര. അതിന് നമ്മോടൊപ്പം ഉള്ളത് 4 അമ്മമാരാണ്. ഇതൊരു അമ്മ കൂട്ടായ്മയാണെന്ന്. അമ്മമാർക്ക് കുറച്ച് കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുമാണ്. നമ്മളൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട പ്രീത ജോസഫ്. പ്രീത ചേച്ചി കോട്ടയത്ത് നിന്ന് വരുന്നു. ചേച്ചിയാണ് ഏഞ്ചൽസ് ആർമിയുടെ ഫൗണ്ടർ കോർഡിനേറ്ററും ഇപ്പോഴത്തെ കോർഡിനേറ്ററും അല്ല. അവരുടെ കുടുംബത്തിൽ നിന്നാണ് ഈ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ വളർന്നു വരുന്നതും പിന്നീട് ആയിത്തീരുന്നതും. അപ്പോൾ പ്രിയപ്പെട്ട പ്രീത ചേച്ചിയെ സ്നേഹപൂർവ്വം മധുരമയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പം ഉള്ള 3 അമ്മമാരുണ്ട്. 3 പേർക്കും അതിൻ്റെതായ വലിയ പ്രത്യേകതകളുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം എല്ലാവർക്കും വേണ്ടി. എൻ്റെ പേര് സിനി. ഞാൻ പാലക്കാട് രൂപതയിൽ നിന്ന് വരുന്നു. എൻ്റെ ഇടവക പനംകുറ്റി ഇടവക. ഞാൻ ടീച്ചറാണ്. ടീച്ചറാണ്. ഗവൺമെൻറ് സ്കൂളിൽ ഇംഗ്ലീഷാണ് സബ്ജക്റ്റ്. നമുക്ക് മധുരമൊഴി ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരുമോ? മലയാളം തന്നെ മതി. പിന്നെ 2 മക്കളുണ്ട്. ഹസ്ബൻഡ് പാലക്കാട് രൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ പള്ളിയായിട്ട് രൂപതയായിട്ടൊക്കെ നന്നായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. അമ്മയും ടീച്ചറുമാണ്. അതെ. ഞാൻ ആനീസ് തൃശ്ശൂർ രൂപതയിലാണ്. ലൂർദ് പള്ളിയുടെ അടുത്താണ് വീട്. തൃശ്ശൂർ രൂപതയിൽ. വീട്ടിലെ ഹസ്ബൻഡും 3 മക്കളും ഉണ്ട്. 3 മക്കൾ. അപ്പനും അമ്മയുണ്ട്. ഹസ്ബൻഡ് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ടീച്ചറാണ്. ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിക്കും. ഫിസിക്സും കെമിസ്ട്രി. അപ്പോൾ ചേച്ചിയും ടീച്ചറും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. 3ാമത്തെ ആളുകൾ പരിചയപ്പെടുത്തിക്കൊള്ളു. എൻ്റെ പേര് ജസ്ലിൻ. ഞാൻ എറണാകുളത്ത് തേവയ്ക്കൽ ഇടവകയിൽ നിന്ന് വരുന്നു. ഹസ്ബൻഡ് ജോ. 8 മക്കളും ചേർന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ഞാനിപ്പോൾ ഒരു ഹൗസ് വൈഫാണ്. ചേച്ചി നേരത്തെ നമ്മുടെ മധുരമയുടെ എപ്പിസോഡിൽ ചേച്ചിയും കുടുംബവും ജോച്ചേട്ടനും മക്കളെല്ലാം വന്നിട്ടുള്ളതാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി മധുരമയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഇംഗ്ലീഷ് ഫാമിലിയാണ്. അപ്പോൾ സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് വീട്ടിലൊരു കുഞ്ഞു കൊച്ചുണ്ട്. അപ്പോൾ കൊച്ചിനോട് ഞാൻ പേര് ചോദിച്ചപ്പോൾ കൊച്ചു സംസാരിച്ചു തുടങ്ങുന്നതാണ്. ഞാൻ നാച്ചുറലായിട്ട് വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചപ്പോൾ കൊച്ചു പറയാണ്, മൈ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, മൈ നെയിം ഈസ് ക്ലെയർ. ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും വലിയ പേരോ, നമ്മൾ ഇത്രയും വലിയ പേരോ ഒരിക്കലും കേട്ടിട്ടില്ല. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് കൊച്ചൊക്കെ പോയി. കുറച്ച് കഴിയുമ്പോൾ അമ്മ പറയാണ്, കൊച്ച് നേരത്തെ ഉണ്ടായപ്പോൾ മുതൽ സംസാരിക്കാൻ തുടങ്ങിയ സമയം മുതൽ ഇച്ചിരി വീക്ക് സ്റ്റാമറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ കണ്ടുപിടിച്ച ഏക ഉപായതാണ് കൊച്ച് ആദ്യം മൈ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ് എന്ന് പറയുന്ന 23 സങ്കീർത്തനം പറഞ്ഞ് ബലപ്പെട്ടിട്ട് സംസാരിച്ചു തുടങ്ങുക. അവർ പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു കുഴപ്പമില്ല കൊച്ചിന്. പക്ഷെ ഇപ്പോൾ കൊച്ചിനത് ശീലമായിപ്പോയി. എന്നു ചോദിക്കണം, ആദ്യം കൊച്ച് ചാടിക്കൽ പറയുന്നത് മൈ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ നീഡ് ഫുഡ്. മൈ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ നീഡ് ടു ഗോ ഔട്ട് എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം കൊച്ച് പറയുന്നത് ഈ വചനം പറയാൻ തുടങ്ങത്തുള്ളൂ. ഇത് തന്നെയാണ് നമ്മുടെ മധുരമൊഴിയുടെ ഇന്നത്തെ ചെറിയ സംസാര വിഷയവും. എങ്ങനെ വചനത്തോട് ചേർത്ത് എടുത്ത് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാം. നമുക്ക് നമ്മുടെ അമ്മമാരിൽ നിന്ന് തന്നെ വിശേഷങ്ങൾ കേട്ടു തുടങ്ങാം. ഇപ്പോൾ ടീച്ചറിന് തുടങ്ങാം. ടീച്ചറെ പറഞ്ഞോളൂ, എങ്ങനെയാണ് ഈ ഒരു വചനവും മക്കളും കുടുംബവും എല്ലാം കൂടി ഒരുമിച്ച് തമ്പുരാനിലേക്ക് നോക്കി നടക്കുന്ന ഈ വചനം എങ്ങനെ സഹായിക്കുന്നത്? വചനത്തോട് എനിക്കൊരു ആഭിമുഖ്യം, എനിക്ക് പണ്ട് കളിക്ക് ഇങ്ങനെ വചനം ബൈഹാർട്ട് പഠിക്കാൻ വലിയ താല്പര്യമായിരുന്നു. വെച്ചാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ടീച്ചറായി മാക്സിമം ബൈഹാർട്ടിങ് ആണല്ലോ. ഞാനൊക്കെ കുറെ തല്ലുകൊണ്ട് A+B² പഠിച്ചേക്കുന്നത്. അപ്പോൾ ധ്യാന ഗുരുക്കന്മാരൊക്കെ പറയുമ്പോൾ പിന്നെ വചനഭാഗവും വാക്യവും ഒക്കെ പറഞ്ഞ് പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ അതിന് കുറേ പരിശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ കുമ്പസാരത്തിൽ പറയുമായിരുന്നു, ഇങ്ങനെ എനിക്ക് പറ്റുന്നില്ല, വചനം പഠിക്കാൻ ആഗ്രഹമുണ്ട്, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കുറച്ച് നാൾ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ശരിക്കും വചനത്തിനോട് എനിക്കൊരു ഇഷ്ടം തോന്നി. പഠിക്കാൻ എനിക്ക് തമ്പുരാൻ അനുഗ്രഹം തന്നു. കൃപ കിട്ടി. എന്നിട്ട് അങ്ങനെ വചനം അങ്ങനെ വായിക്കാനും പതുക്കെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനും ഒക്കെ അതിപ്പോൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിലെനിക്ക് ഒത്തിരി സന്തോഷത്തോടെ പറയാനുള്ളത് എൻ്റെ മകളുടെ കാര്യമാണ്. അവൾ ഒത്തിരി വചനം പഠിക്കും. അവള് ബൈഹാർട്ട് നല്ലോണം അവൾക്കറിയാം. അവള് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. അപ്പോൾ അവള് ചെറുപ്പം തുടങ്ങി ഒരു ഹൈസ്കൂളിൽ കയറിയപ്പോൾ തുടങ്ങി അവള് നല്ലോണം വചനം പഠിക്കും. എന്നിട്ട് അവള് ബൈഹാർട്ട് ചെയ്ത് വാക്യങ്ങളടക്കമൊക്കെ ഇങ്ങനെ പറയും. അവളെപ്പോഴും ഓരോ സാഹചര്യം വരുമ്പോഴും അമ്മ ഇത് പറയുന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അവള് പഠിക്കുന്ന കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെ. എന്നിട്ട് അവള് ഓരോ അധ്യായങ്ങളൊക്കെ നല്ലോണം ബൈഹാർട്ട് പഠിക്കും.
പറഞ്ഞു കേൾപ്പിക്കും. അവൾ പറയുമ്പോഴാണ് ഇവൾ ഇങ്ങനെ എല്ലാം ഇത്രയും ബൈഹാർട്ട് അറിഞ്ഞു. അവൾ ഞാൻ ഉൽപ്പത്തി തുടങ്ങി പഠിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായൊരു സംഭവം കേട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ പോയിച്ച് കാസർഗോഡ് വീട്ടിൽ പോയിച്ചിട്ട് വരിക. അപ്പോൾ ട്രെയിനിൽ ഞങ്ങൾ ആദ്യം റിസർവേഷൻ ചെയ്തിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് കിട്ടില്ല, വെയിറ്റിംഗ് ലിസ്റ്റിൽ 10 ആയിട്ടുള്ളൂ, അപ്പോൾ എന്തായാലും കിട്ടില്ല, നിങ്ങളിത് ക്യാൻസൽ ചെയ്തിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. നല്ല തിരക്ക്, 4 ദിവസം കണ്ടിന്യൂസ് ലീവ് കഴിഞ്ഞിട്ടുള്ള ഇതായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ എന്തായാലും സീറ്റ് കിട്ടില്ല, ഭയങ്കര മോനുണ്ട് കൂടെ, അവ ഇടിച്ച് കയറണം എന്തോ, ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. അപ്പോഴത്തേക്ക് ഇവളില്ല ഞങ്ങളുടെ കൂടെ. അവൾ വിളിച്ചിട്ട് ചോദിച്ചു അമ്മ എന്തായി. ഞാൻ പറഞ്ഞു റിസർവേഷൻ ഇല്ല, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറണം, നല്ല തിരക്കാ മോളെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു അമ്മയെ പേടിക്കണ്ട, അമ്മ ഒരു കാര്യം ചെയ്യുക, സങ്കീർത്തനം 34:10 സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് പറഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു കുറവും ഉണ്ടാവില്ല. അമ്മ ഇത് റിപ്പീറ്റ് ചെയ്ത് അങ്ങ് പറഞ്ഞു. അമ്മ അച്ഛയോടും പറ, അപ്പൂസിനോടും പറ, എന്നിട്ട് നിങ്ങൾ 3 പേരും കൂടി ഇത് പറഞ്ഞുകൊണ്ട് കയറിക്കോളാൻ പറഞ്ഞു. നല്ല തിരക്കാണ്. ഞങ്ങൾ എന്നിട്ട് ട്രെയിൻ വന്നു, കയറാനായിട്ട് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആൾക്കാർ ഇടിച്ച് കയറുക കേട്ടോ. ഞാൻ എന്തായാലും അപ്പോൾ ഞങ്ങൾ 3 പേരും ഇത് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു. മറ്റൊരു 2 പേരും കയറാൻ ശ്രമിക്കുക, ഞാൻ അവിടെ നിന്നു. എന്തായാലും ഇത് വചനവും പറഞ്ഞ് എനിക്ക് സീറ്റ് കിട്ടുന്നുള്ളൊരു വിശ്വാസത്തിൽ കയറി ചെന്നപ്പോൾ അച്ഛൻ ഭയങ്കര അത്ഭുതം കേട്ടോ. ഇങ്ങനെ ഇതുപോലെ ഒരു സീറ്റ് അവിടെ വെറുതെ കിടക്കുന്ന, ആൾക്കാർ ഇടിച്ച് കയറുന്നൊക്കെയുണ്ട്. ആ സീറ്റിൽ ആദ്യം പോയി ഹസ്ബൻഡ് ഇരുന്നു, മോനിരുന്നു, ഞങ്ങളും ഇരുന്നു. അങ്ങനെ 4 പേരുടെ സീറ്റ് ഞങ്ങൾക്കായിട്ട് ഒഴിച്ചിട്ടിരിക്കുന്നത് പോലെ. വീഡിയോ കൊണ്ടുപോകുന്നവർക്കുള്ള ഒരു ഷോർട്ട് കട്ടാണ് സങ്കീർത്തനം 34:10. നമുക്കിന്ന് ടീച്ചർ ആനീസ് അല്ലേ, ആനീസ് ടീച്ചർ പറഞ്ഞോളൂ. ഞാൻ അങ്ങനെ ഒരുപാട് വചനം പഠിക്കാൻ ആദ്യം എനിക്ക് കഴിയില്ലായിരുന്നു. പക്ഷേ എങ്കിലും ചില സന്ദർഭത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു കുറുക്കുവഴിയായിട്ടാണ് വചനം ഉപയോഗിക്കാൻ തുടങ്ങിയത്. പല സന്ദർഭങ്ങളിലും എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പം രക്ഷപ്പെടാൻ വേറെ ആരോടും വിളിച്ചു ചോദിക്കാനോ പറയാനോ ഇല്ലാത്ത അവസരത്തിൽ, കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ചും കുടുംബജീവിതത്തിൽ ഒരുപാട് അങ്ങനെയുള്ള അവസരങ്ങളുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ചും ഞാൻ പുതിയൊരു കുടുംബത്തിൽ വന്നു കഴിഞ്ഞപ്പം എനിക്ക് അത്രയും കപ്പാസിറ്റി കുറവായതുകൊണ്ടായിരിക്കാം ഒരുപാട് സംശയങ്ങളായിരുന്നു. ഒരുപാട് സന്ദർഭങ്ങളിൽ ഞാൻ പകച്ചു നിൽക്കാറുണ്ട്. അപ്പോഴൊക്കെ ആദ്യം ചെന്ന് തുറക്കുക ബൈബിളാണ്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഈശോ ഉത്തരം തരാറുണ്ട്. പിന്നെ പലപ്പോഴും പിന്നീട് ജീവിതത്തിൽ തോന്നിയിട്ടുള്ള ഒന്നാണ് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി. അപ്പോൾ ഇടയ്ക്ക് എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വചനമായിരുന്നു പ്രഭാഷകൻ 3:3. അതായത് പാപങ്ങൾ, പിതാവിനെ ബഹുമാനിക്കുന്നവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. അപ്പം ഞാനവർക്ക് എനിക്കിങ്ങനെ ഒരുപാട് ഉപവസിച്ച് പ്രാർത്ഥിക്കാനൊന്നും അങ്ങനെ സാധിക്കാറില്ല. അപ്പോൾ പാപങ്ങൾ മോചിപ്പിക്കപ്പെടാൻ ഇത്രയും നല്ലൊരു മാർഗ്ഗം ഉണ്ടെങ്കിൽ പിതാവിനെയും മാതാവിനെയും അതുപോലെ വയസ്സായവരോടൊക്കെ ഒരു പ്രത്യേക സ്നേഹവും അങ്ങനെ ബഹുമാനിക്കാനും ഒക്കെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ മക്കൾ വലുതായി വന്നു കഴിഞ്ഞപ്പം അപ്പോൾ സങ്കീർത്തനം 119 പറയുന്നുണ്ട്, യുവാവ് തൻ്റെ മാർഗം നിർമ്മലമായി സൂക്ഷിക്കാൻ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മതി. അതും ഒരു നല്ല മാർഗ്ഗമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ മകൻ 8ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പം, ഞാൻ പ്രത്യേകിച്ചും ഹൈസ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം ആ കുട്ടികളുടെ ലെവല് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഒരു ടെൻഷനാണ് നമുക്കുള്ളിൽ. അപ്പം ഞാൻ പ്രത്യേകിച്ചും ഈ ഒരു വചനം മക്കൾക്ക് വേണ്ടി അവരുടെ വചനം സൂക്ഷിച്ച് പ്രാർത്ഥിക്കുക, ജീവിതത്തിൽ വചനം സൂക്ഷിക്കാൻ പഠിപ്പിക്കുക. ഈ വചനം ഒന്നുകൂടി പറയാമോ? യുവാവ് തൻ്റെ മാർഗം നിർമ്മലമായി സൂക്ഷിക്കുന്നതിന് വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ വചനത്തിൽ വ്യാപരിക്കേണ്ടതാണ്. സങ്കീർത്തനം 119. പ്രത്യേകിച്ച് അമ്മമാരൊക്കെ, പ്രത്യേകിച്ച് ഈ ടീനേജിലേക്കുള്ള മക്കളൊക്കെ വളർന്നു വരുന്നുണ്ടെങ്കിൽ ഈ വചനങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് തന്നെ കാണാതെ പഠിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലതായിരിക്കും. അതിന് തുടർച്ചയായിട്ട് വരുന്ന വചനമല്ലേ? അതിൻ്റെ തുടർച്ചയായിട്ട് 11ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പാപത്തിൽ വീഴാതിരിക്കാൻ നമ്മളും വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മതി. പാപത്തിൽ വീഴാതിരിക്കാൻ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വചനം സൂക്ഷിച്ചാൽ മതി. അപ്പോൾ എനിക്ക് തോന്നി ഞാനും കാര്യം നമുക്ക് പ്രായമായി തെറ്റൊന്നും പറ്റില്ല എന്ന് തോന്നിയാലും ഒരുപാട് സന്ദർഭങ്ങൾ നമുക്കും ഉണ്ട്. പ്രത്യേകിച്ചും ഈശോനെ വേദനിപ്പിക്കേണ്ട പല സന്ദർഭങ്ങളും വീട്ടിലായാലും സ്കൂളിലായാലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ജോലിക്ക് പോകുമ്പം ഞാനും ഹസ്ബൻഡും ഒരു വചനം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് ശീലിച്ചതിന് ശേഷം ഞാൻ വളരെ ടെൻഷൻലെസ് ആണ്. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ടെൻഷനൊന്നും അടിക്കാതെ, കാര്യം പലപ്പോഴും നമ്മൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടാവും, എങ്കിലും വളരെ ശാന്തമായിട്ട് അതൊക്കെ ഒന്ന് നേരിടാനായിട്ട് എനിക്ക് ഈ വചനം ഒരുപാട് സഹായിക്കാറുണ്ട്.
ഒക്കെ എത്ര വളരെ പ്രാക്ടിക്കലായ മെസ്സേജുകളാണ്. ജീവിതത്തിൽ ടെൻഷൻ ഫ്രീ ആണെങ്കിൽ വചനം മേടിച്ച് പഠിച്ചാൽ മതി. നമ്മൾ സൈക്കോളജി കൗൺസിലിങ്ങിനോ അല്ലെ വലിയ സംഭവങ്ങൾക്ക് പോകുന്നതിനേക്കാൾ മുമ്പായിട്ട് ആദ്യം കുറച്ച് വചനമൊക്കെ ഹൃദയത്തിലും മനസ്സിലും മുറിയിലും ജീവിതത്തിലൊക്കെ നിറയ്ക്കാമെങ്കിൽ ദാറ്റ്സ് എ ബെസ്റ്റ് തിങ്. നല്ല ചിരിയാണ് കേട്ടോ, നല്ല ശാന്തം ചിരി തന്നെ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ വചനം പഠിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ പപ്പായും മമ്മിയാന്ന് പറയും, എൻ്റെ പേരൻസാണ്. അപ്പം അതിൻ്റെ ഒരു കാരണം അവർ കുഞ്ഞിലെ അവർ കരിസ്മാറ്റിക് നവീകരണത്തിലൊക്കെ വന്നു തമ്പുരാനെ അറിഞ്ഞു. അങ്ങനെ ഒരു ഭാഗ്യമുള്ള ഒരു വീടാണ്. അപ്പോൾ അവരുടെ കൂടെ കുഞ്ഞിലെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോന്ന് കേൾക്കും, അവർ പ്രാർത്ഥിക്കുന്നതും അവർ ബൈബിൾ വായിക്കുന്നതും ഒക്കെ കേൾക്കും. അപ്പം നമ്മുടെ ഓരോ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് പഠിക്കുന്ന കാലത്തൊക്കെ ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് സെക്കൻഡ് പേപ്പറൊക്കെ ഭയങ്കര ടഫായിട്ട് വരും. ഇപ്പോൾ പപ്പ എൻ്റെ അടുത്ത് പറയും, നീ പരീക്ഷയുടെ പിറ്റേ ദിവസം നീ തീർക്കാൻ പറ്റുന്നില്ലെന്ന് പറയും. പപ്പ പറയും, നീ ബുക്ക് അങ്ങ് അടച്ചു വെക്കുമ്പോൾ ഇച്ചിരി നേരം പ്രാർത്ഥിച്ചൊന്ന് ബൈബിൾ വായിക്കും. അപ്പം ഞാൻ പറയും, ബൈബിൾ വായിച്ചാൽ എൻ്റെ ഇംഗ്ലീഷ് എനിക്ക് എഴുതാൻ പറ്റത്തില്ലോ എന്ന് പറയും. അത് മതി നിനക്ക്, നീ പഠിച്ചതൊക്കെ പണ്ട് പഠിച്ചത് നിനക്കറിയാം, പരിശുദ്ധാത്മാവ് ഓർമ്മിച്ച് ദൈവവചനം വായിച്ചാൽ മതി എന്ന് പറയും. അപ്പം അങ്ങനെ എഴുതിയിട്ട് പരീക്ഷയ്ക്ക് ഞാൻ ക്ലാസ്സിലെ ടോപ്പറായിട്ടുള്ള അനുഭവം എനിക്കുണ്ട്. ഈ തന്ത്രമൊക്കെ അറിയാൻ വരാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ ഇംഗ്ലീഷ് സെക്കൻഡ് പേപ്പറിലൊക്കെ സിംഗിൾ ഡിജിറ്റ് ഒക്കെ മേടിച്ച് കഷ്ടപ്പെട്ട പിള്ളേരൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് പഠിക്കാനുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്കും BSc അഗ്രികൾച്ചറും പഠിക്കാൻ പോയി. ആ ഒരു കാലഘട്ടം, അത് കഴിഞ്ഞ് ഞാൻ PG MSc ബയോടെക്നോളജി ആയിരുന്നു. ഇത് 2 പഠിക്കാൻ പോയ കാലഘട്ടത്തിലും ഞാൻ കുഞ്ഞിലേ ഞാൻ ആസ്മാറ്റിക് ആയിരുന്നു. അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് സിവിയർ ആസ്മയുടെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് തമിഴ്നാട്ടിൽ ഹോസ്റ്റലിൽ താമസിക്കുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം കൂടെ. അപ്പോൾ എപ്പോഴും ഒരാഴ്ച കോളേജിൽ പോയാൽ പിറ്റത്തെ ആഴ്ച ഹോസ്റ്റലിൽ, ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം UGയുടെ കാലഘട്ടത്തിൽ BSc എങ്ങനെയോ തീർത്തു, കടന്നുപോയി. അവിടെയും ദൈവകൃപയാൽ ഈ പറഞ്ഞ പോലെ വചനം, പ്രാർത്ഥന, പേരൻസിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓരോ സിറ്റുവേഷനിൽ അവർ വചനം പറഞ്ഞുതരാം, അത് ഞാൻ ഏറ്റുപറയും. അങ്ങനെയൊക്കെയാണ് ഞാൻ കടന്നുപോയത്. അപ്പോൾ MScക്ക് പഠിക്കുമ്പം എൻ്റെ സാറ് പറഞ്ഞു, ഒരിക്കൽ സിവിയർ ആയിട്ട് എനിക്ക് കോമ സ്റ്റേജിലൊക്കെ വന്നു. അങ്ങനെ വന്നപ്പം സാറ് പപ്പായെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കൊച്ചിനെ പഠിത്തം നിർത്തി നിങ്ങൾ കൊണ്ടുപോകും, ഇത്ര കഷ്ടപ്പെട്ട് ഇതിനെ പഠിപ്പിച്ചിട്ട് എവിടം വരെ എത്തിക്കാൻ, എൻ്റെ ജീവനല്ലേ വലുതെന്ന് ചോദിച്ചു. അന്നേരം പപ്പ പറഞ്ഞു, അവൾ പഠിച്ചോളും എന്നൊക്കെ പറഞ്ഞ് പപ്പായും ഞാനും കൂടെ അച്ഛൻ്റെ അടുത്തൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ പോയി. അപ്പം അച്ഛനും എൻ്റെ അടുത്ത് പറഞ്ഞ മോളെ, നീ എപ്പോഴും 23ാം സങ്കീർത്തനം ഞങ്ങളുടെ വീട്ടിൽ പണ്ട് മുതലേ രാവിലെ എന്നും ചൊല്ലി, എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ ഒരു ശീലമാണ്. അതിന്ന് വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളത് തുടർന്നുകൊണ്ട് പോകുന്നു. 23ാം സങ്കീർത്തനം ഞങ്ങൾ എന്നും ചൊല്ലും, കർത്താവാണ് എൻ്റെ ഇടയൻ. അപ്പോൾ കർത്താവ് നിൻ്റെ ഇടയനാണ്. അപ്പോൾ ഒരു ഇടയനും ആ ദൈവം നിൻ്റെ ഇടയനായി കൂടെയുണ്ട്. ഒരു സ്വർഗീയ സമൂഹമാണ് നിന്റെ കൂടെയുള്ളത്. നീ നടുക്കും, നിന്നെ സംരക്ഷിക്കാനായി ചുറ്റും ഔസേപിതാവും മാതാവും സ്വർഗീയ വൃന്ദം മുഴുവൻ. അപ്പോൾ ഒറ്റയ്ക്ക് പോയി പഠിക്കുന്നു, രോഗിയായി നിനക്ക് പറ്റുന്നില്ലാന്ന് ചിന്തിക്കേണ്ട, നീ തമ്പുരാനിൽ ആശ്രയിച്ച് പഠിക്കാൻ പറയും. അങ്ങനെ ഞാൻ പറയുമ്പോൾ 92% MScക്കും എനിക്ക് കിട്ടാൻ തമ്പുരാൻ ഇടയാക്കി. ദൈവത്തിൻ്റെ വലിയൊരു, ഞാൻ പറയും, ഇങ്ങനെ അവസ്ഥയിലൂടെ കടന്നുപോയ എനിക്ക്. പിന്നെ എന്നെ ഇൻസ്പയർ ചെയ്തൊരു വചനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ 4-ാം അധ്യായം 19 I can do all things with God who strengthen me. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. അപ്പം ഇതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, തളരുമ്പോഴും പഠിക്കാൻ പറ്റാത്തപ്പോഴും ടീച്ചേഴ്സിൽ നിന്നുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും അതൊക്കെ പറഞ്ഞു. ഈ വചനങ്ങളാണ് ആ പഠനകാലത്ത് എന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ വചനം പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു വചനം ഇതാണ്. അടുത്ത കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയ വചനം. ഒരുപക്ഷെ കേരളത്തിലുള്ളവർ അധികം പേർക്ക് അറിയാം, യങ്സ്റ്റേഴ്സിനൊക്കെ. സ്റ്റെഫ് കറി എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സിനൊക്കെ അറിയാമായിരിക്കും. ബാസ്കറ്റ് ബോളിലെ ഒരു മുടിചൂടാ മന്നനാണ് ഇപ്പോഴത്തെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ബാസ്കറ്റ് ബോൾ പ്ലെയറാണ് സ്റ്റെഫ് കറി. വാരിയേഴ്സിൻ്റെ ഏറ്റവും മെയിൻ പ്ലെയറാണ്, ഗോൾഡൻ സ്റ്റേറ്റ് വാരിയേഴ്സിൻ്റെ. അപ്പോൾ സ്റ്റെഫ് കറിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒരു കൊച്ചു സാധാരണ NBA കാണുന്നവരുണ്ട് അറിയാം, എല്ലാ അജാനബാഹുക്കളാണ്. വീട്ടിൽ കണ്ട് നമ്മൾ കൊടുത്തു വളർത്തുന്ന ആൾക്കാരെ പോലെ അത്രയും സൈസാണ് ബാസ്കറ്റ് ബോൾ പ്ലെയേഴ്സ് എല്ലാം. സ്റ്റെഫ് കറി മാത്രം ഇപ്പോഴും കുഞ്ഞാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ സ്റ്റെഫ് കറി ഫേമസ് ആയി വന്നുകൊണ്ടിരുന്ന സമയത്ത് സ്റ്റെഫ് കറിയുടെ ഷൂസ് കമ്പനിയുടെ ഒരു നല്ലൊരു കഥയുണ്ട്. അദ്ദേഹം ധരിച്ച ഷൂവിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ വചനം എഴുതി തരണമെന്ന് പറഞ്ഞു. ഇപ്പം ചേച്ചി പറഞ്ഞ സെയിം വചനം, എന്നെ ശക്തിപ്പെടുന്ന യേശുവിൽ എനിക്ക് എല്ലാം സാധ്യമാണ്. അപ്പോൾ ഷൂ കമ്പനി ഭയങ്കര ഫേമസ് ആണ്. ഞാൻ കമ്പനിയുടെ പേര് പറഞ്ഞില്ല, ലോകത്തിൽ ഏറ്റവും ഫേമസ് ആയ കമ്പനി. അവർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല, ഞങ്ങളുടെ പോളിസിക്ക് എതിരാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയെങ്കിൽ എനിക്ക് ഷൂ വേണ്ടാന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം ഫേമസ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ വേറൊരു കമ്പനി അദ്ദേഹത്തിന് വേണ്ടി ഈ ഓഫർ സ്വീകരിച്ചു. എന്നിട്ട് അവർ ഷൂവിൻ്റെ സൈഡിൽ ഈ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ് എഴുതി കൊടുത്തു. അത് ഇപ്പോൾ അണ്ടർ ആർമർ എന്ന് പറയുന്ന ലോകത്തിലെ നമ്പർ 1 ഷൂ കമ്പനികളൊന്നാണ്. ആ കമ്പനി ഫേമസ് ആയത് ഒറ്റ പ്ലെയറിൻ്റെ പേരില്ല, സ്റ്റെഫ് കറി ഉപയോഗിച്ചതിൻ്റെ പേരാണ്. കാരണം സ്റ്റെഫ് കറി ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് പല ടൈമുകളിലും ലോകത്തിലെ ബെസ്റ്റ് പ്ലെയറാണ്. ഈ ഒരു വചനത്തിൻ്റെ ശക്തി പുള്ളി എപ്പോഴും, അതിനെപ്പറ്റി യൂട്യൂബിൽ ഈ ഒരു സാക്ഷ്യം പുള്ളി ഇട്ടിട്ടുണ്ട്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ്. അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം.
ഏഞ്ചൽസാമിയുടെ തന്നെ ഒരു മിനിസ്റ്റർ തന്നെയാണല്ലോ ഇത്, ഈ വചനം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, ഏറ്റവും ടെൻഡർ ഏജിൽ തന്നെ വചനം കൊടുത്ത് അവർ വളർത്തിക്കൊണ്ടുവരിക. അപ്പോൾ അതെങ്ങനെയാണ് വീട്ടിലും മിനിസ്ട്രിയിലും, വീട്ടിൽ നിന്നാണല്ലോ ശരിക്കും മിനിസ്ട്രി പോലും പതുക്കെ ഇവോൾവ് ചെയ്ത് വന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്നാണല്ലോ. അതിൻ്റെ ഒരു തുടക്കമൊക്കെ ഒന്ന് പറയാമോ എങ്ങനെയാണെന്നുള്ളത്? 2004 ഈ ഏഞ്ചൽസ് ആർമിയുടെ ഒരു തുടക്കം. അപ്പോൾ ഈ ചിന്തകളൊക്കെ ഇങ്ങനെ പല ഡിസ്കഷനിൽ പലർക്കും ഉരുവിട്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വചനം കുഞ്ഞു പ്രായം മുതലേ അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതലേ വചനം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ചിന്ത നമുക്കിങ്ങനെ വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർക്കുന്ന ഒരു ഇൻസിഡൻ്റ് അന്ന് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അന്ന് 3 പിള്ളേർ, ട്വിൻസും ചെറിയ കുട്ടി, അപ്പോൾ 1 വയസ്സ് വ്യത്യാസമുള്ള ഇവർ. അപ്പോൾ ഇവരിങ്ങനെ കളിക്കുമ്പോൾ അപ്പോൾ ഈ കുഞ്ഞു വചനങ്ങൾ, ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട്, അപ്പോൾ ഇങ്ങനെ 1-2 വചനങ്ങളൊക്കെ ഇവർക്ക് കാണാതെ അറിയാം. അപ്പോൾ ഈ ട്വിൻസ് രണ്ടും കൂടെ ഒരു പാവയ്ക്ക് വേണ്ടി തല്ലുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മൂത്താൾ കുറച്ച് നേരം നോക്കി തരും. മൂത്താൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞേ, അതെ വചനം പറഞ്ഞാൽ സാത്താൻ അവിടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല, അപ്പോൾ അമ്മ നമുക്ക് വചനം പറയാം, ഇപ്പോൾ മക്രോണിയല്ലേ സാത്താനല്ലേ ഇവരെ പറ്റിക്കണേ, അപ്പോൾ നമുക്ക് വചനം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മോള് വചനം പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ടെൻഷൻ, കർത്താവേ ഇവളീ വചനം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങാനും ഇവർ നിർത്തിയില്ലെങ്കിൽ അടുത്ത് എന്ത് ഉത്തരം നമുക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു മോള് പറഞ്ഞോ. അപ്പോൾ ഇവള് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട്. 3ാമത്തെ പ്രാവശ്യം ഇവള് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ പെട്ടെന്ന് ഇവരുടെ വഴക്കങ്ങ് തീർന്നു. ഇവർ വേറെ ഒന്നും കണ്ടല്ല, ഒരാൾക്കങ്ങ് പാവം കൊടുത്ത് ഇവരങ്ങ് വഴക്ക് മാറി. ഇവളങ്ങ് തുള്ളിച്ചാടി, അമ്മേ മക്രോണി പോയി, കണ്ട വചനം പറഞ്ഞു മക്രോണി പോയി. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഉറപ്പ് തരും, ഈ കുഞ്ഞുങ്ങൾ ഇത്രയും വിശ്വാസത്തോടെ വചനം ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ സൂക്ഷിക്കും. നേരത്തെ പറഞ്ഞതല്ലേ, പാപം ചെയ്യാതിരിക്കേണ്ടതിന് വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. അപ്പോൾ ഈ കുഞ്ഞു പ്രായത്തിൽ ഹൃദയത്തിൽ വചനം കൊണ്ട് നിറച്ചാൽ ഇവരറിയാതെ പാപത്തിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞു മാറും. കാരണം ഈ വചനം വിത്താണല്ലോ, വചനമാകുന്ന വിത്ത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദിവസം ഇത് പൊട്ടിമുളയ്ക്കും. ഇതെന്താണെന്നറിയാം, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വചനം പറയുക, ഒരു ദിവസം ഈ വചനം ഇങ്ങനെ ജീവൻ പ്രാപിക്കുന്ന കാണാം. കാരണം ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെ, ഈ വചനം പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ കൊച്ചിന് പേടിയില്ല. അപ്പം അത് വചനം ജീവിച്ചു ആ വ്യക്തിയിൽ കാണുന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സജീവമായി ജീവദായക വചനമായി എന്ന് പറയുന്നത് തന്നെ. അതെ. നമുക്ക് എനിക്ക് നേരത്തെ ചോദിക്കുന്ന വിചാരിച്ചാണ് ടീച്ചറുടെ മകളെ പറ്റി ടീച്ചർ നേരത്തെ പറഞ്ഞാൽ മകൾ ഇങ്ങോട്ട് പഠിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ ഇത് അവർക്ക് എവിടുന്ന ഇത് സംഭവം കിട്ടിയത്? ഇതൊരു ഭയങ്കര കൺവിക്ഷൻ തന്നെയാണല്ലോ. 20 വയസ്സ് കാണല്ലോ, 21 വയസ്സ്, അവർക്ക് എത്രയുണ്ട്? 19 വയസ്സ്, ഡിഗ്രി 2nd ഇയർ. അപ്പോൾ ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് ഇത്രയും കൺവിക്ഷനോട് പറഞ്ഞണമെങ്കിൽ സംതിങ് സ്ട്രേഞ്ച്. അത് ഈശോയുടെ ഒരു പ്രത്യേക അനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടേ ഞാൻ ആ കാര്യം ഓർക്കുള്ളൂ. അവള് ഹൈസ്കൂൾ പഠിച്ചത് ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലാണ്, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോൾ അവിടെ 8 തുടങ്ങി 10 വരെ അവൾ അവിടെ പഠിച്ചത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രിൻസിപ്പൽ സിസ്റ്റർ, പേരെടുത്ത് പറയാതെ വയ്യ, ഒരു സിസ്റ്റർ തന്നെ പറഞ്ഞു, സ്കൂളും പറഞ്ഞു. അതൊരു വളരെ നല്ല കാര്യം പറയുന്നതുകൊണ്ട് അവർക്കോട് ഇത് നമ്മൾ കൊടുക്കുന്ന ഒരു നന്ദിയും കൂടിയാണ്. അതെ അതെ. പാലക്കാട് രൂപതയിലെ ചെറുപുഷ്പം സ്കൂളിൻ്റെ പേര്. അപ്പോൾ അവിടുത്തെ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ്റെ സ്കൂളാണ്. അവിടെ ഒരു സിസ്റ്റർ വത്സാ തെരേസ് അവരുടെ പ്രിൻസിപ്പലാണ്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലാണ്. അപ്പം സിസ്റ്റർ എപ്പോഴും സംസാരിക്കുമ്പോൾ വചനം കോട്ട് ചെയ്ത് മാത്രമേ സിസ്റ്റർ പ്രസംഗിക്കുകയുള്ളൂ. ആദ്യം അത് പിള്ളേരെ കൊണ്ട് പഠിപ്പിക്കുകയും ചെയ്യും. പിന്നെ അവിടെ സിസ്റ്റേഴ്സ് എല്ലാം പറയും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ വചനപ്പെട്ടി വെച്ചിട്ടുണ്ട്, ഓരോ ഫ്ലോറിലും വചനപ്പെട്ടി വെച്ചിട്ടുണ്ട്. ഉവ്വ. അപ്പം അവർക്ക് ഓടിപ്പോയി വചനം എടുക്കാം, എന്നിട്ട് ആ എടുക്കുന്ന വചനം അവരോട് ബൈഹാർട്ട് പഠിക്കാൻ പറയും. പിന്നെ അത് മറന്നു പോകാതിരിക്കാൻ നിങ്ങൾ പരസ്പരം കാണുമ്പോൾ ഗ്രൗണ്ടിൽ വെച്ചോ, ഇവള് പറഞ്ഞു ഇങ്ങനെ പോകുമ്പോൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഇപ്പോൾ വേറൊരു സിസ്റ്റർ കാണുമ്പോൾ ആ വചനം പറയും. അപ്പോൾ ഇവള് പഠിച്ച വചനം ഇവർ അങ്ങോട്ട് നല്ല രസമാണ്. അങ്ങനെ അതെ അതെ, അങ്ങനെ വചനം ബൈഹാർട്ട് ചെയ്ത് അതാണ് ശരിക്കും സ്റ്റാർട്ടിങ്. അവിടെ നിന്നാണ് ബിഗിനിങ് അതിൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ ഇവള് സ്കൂൾ ലീഡറൊക്കെ ആയി. ഇവള് നന്നായി പ്രസംഗിക്കുമായിരുന്നു. അന്നേരം ഓരോ പ്രസംഗത്തിനും ഓരോ ഫംഗ്ഷനും ഒക്കെ വിളിച്ചാൽ ഇവളും അതേപോലെ, സിസ്റ്ററെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം ഒരു വചനം, അതിൻ്റെ വാക്യം, അത് കൃത്യം പറഞ്ഞു വെച്ച്, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കൺഗ്രാജുലേറ്ററി ഫംഗ്ഷൻ ആണെങ്കിൽ അപ്പോൾ പ്രസംഗിക്കുമ്പോൾ ആദ്യം ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല അങ്ങേ നാമത്തിന് മഹത്വം. അത് നമുക്ക് തന്നെ, ഞങ്ങൾ ഇവിടെ സ്കൂൾ ലീഡർ ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഓരോ പ്രോഗ്രാമിന് പോയിട്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, അവളിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഈശോയ്ക്ക് ഒത്തിരി നന്ദി നമ്മൾ പറഞ്ഞു പോവുകയാണ്, നമുക്ക് സന്തോഷം വരും. അങ്ങനെ അതാണ് അതാണ് ഒരു ഫൗണ്ടേഷൻ. അത് കഴിഞ്ഞ് പിന്നെ ഇവള് പുറത്ത് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയിട്ടും സ്റ്റേറ്റിലൊക്കെ പോയി സമ്മാനമൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് അന്നേരം വരുമ്പം എൻ്റെ മകൻ ചോദിക്കും, അവന് ഭയങ്കര സന്തോഷമാണ് ചേച്ചി സമ്മാനം കൊണ്ടുവരുന്നത്. ഒക്കെ പോകുന്നിടത്തൊക്കെ സമ്മാനം കിട്ടുമായിരുന്നു കേട്ടോ.
അപ്പോൾ ചോദിക്കും ചേച്ചി ഇതെങ്ങനെ ചേച്ചി, ചേച്ചിക്ക് എങ്ങനെ ചേച്ചി ഫസ്റ്റ് കിട്ടുന്നത്. അവന് ഭയങ്കര അത്ഭുതവും ആരാധനയാണ് അവളോട്. അപ്പോൾ ഉടനെ അവൾ പറയും, അത് സിമ്പിളാണ്, എന്താ സങ്കീർത്തനം 34:5 അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. അത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ തോക്കുകയില്ല. അങ്ങനെ അപ്പോൾ അത് എനിക്കും തോന്നി കേട്ടോ. അത് ഞാനും അങ്ങനെ തന്നെ അതൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. എനിക്കിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ വിഷമം തോന്നും. ഞാനും ഹസ്ബൻഡ് ഞങ്ങൾ രണ്ടുപേരും കാറ്റിസം എടുക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പം ഇങ്ങനെ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് എനിക്ക് എപ്പോഴുള്ളൊരു അതൊരു തെറ്റായ ചിന്തയാണ്, സാത്താൻ തരുന്നതാണ്. ഞാൻ ഇങ്ങനെ ഓർക്കുകയും ഈ പിള്ളേർ വഴിതെറ്റിപ്പോയ ഈശോയെ, വലുതായിട്ട് ഇവരങ്ങ് വഴിതെറ്റിപ്പോയാൽ ആൾക്കാർ പറയല്ലേ, ഇത്രയും കാലം പള്ളിയിൽ നിന്നു കാറ്റിസൊക്കെ എടുത്തിട്ട് എന്നിട്ട് മോശം അങ്ങനെ ഒരു ചിന്ത. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം അത് ഓർക്കുമ്പോൾ. അപ്പം അതിങ്ങനെ ആലോചിക്കുമ്പോഴേ ഞാൻ ഈ വചനം അങ്ങ് പറയും, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാകും. എന്തോ അതെ, അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. തമ്പുരാൻ കാത്തോളും, എൻ്റെ കൊച്ചുങ്ങളെ ഈശോ കാത്തോളും എന്നുള്ളൊരു ധൈര്യമുണ്ട്. അവൾക്ക് ഹയർ സെക്കൻഡറി +2 കഴിഞ്ഞപ്പോഴേ അവർക്ക് സെക്കൻഡ് ഇയറിൽ 6 സബ്ജക്റ്റാണ്. അതിൽ 5 സബ്ജക്റ്റിനും അവൾക്ക് ഫുള്ള് കിട്ടി. ഈശോയ്ക്ക് നന്ദി പറയാം കേട്ടോ. 5 സബ്ജക്റ്റിനും ഫുള്ള് കിട്ടി. ഒരു സബ്ജക്റ്റിന് മാത്രം, എൻ്റെ സബ്ജക്റ്റിന് ഇംഗ്ലീഷിനാണ് അവൾക്ക് മാർക്ക് പറഞ്ഞത്, 6 മാർക്ക് പോയി. അപ്പോൾ എൻ്റെ സബ്ജക്റ്റിന് 6 മാർക്ക് പോയി. അപ്പോൾ അതിന് അവൾ പറയുന്നത് ശരിക്കും വചനം, അവൾ വചനം എഴുതി പഠിക്കും. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോറടിച്ചാൽ അല്ലെങ്കിൽ പഠിച്ചത് മടുത്തു എന്നൊക്കെ തോന്നിയാൽ അപ്പോൾ അവൾ ഇരുന്ന് വചനം എഴുതി അവളുടെ ഹാൻഡ് റൈറ്റിങ്ങും അങ്ങനെ നന്നായി. അങ്ങനെ കുറേ വചനവും പഠിച്ച് അത് അവൾ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അതുപോലെ അവൾ മോനോട് പറഞ്ഞു കൊടുക്കും, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് സങ്കീർത്തനം 20 വായിക്കുക. സങ്കീർത്തനം 20 രാജാവിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതുപോലെ പരീക്ഷ എഴുതി കഴിഞ്ഞ് വരുമ്പോൾ സങ്കീർത്തനം 21 വായിക്കുക. അത് വിജയത്തിൽ നന്ദി കിട്ടിയതിന് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ടുള്ളതാണ്. അങ്ങനെ ആ 20 പറയുന്നുണ്ട് നിന്റെ ഹൃദയാഭിലാഷങ്ങൾ സാധ്യമാകട്ടെ. 21 പറയുന്നുണ്ട് നിന്റെ ഹൃദയാഭിലാഷങ്ങൾ അവിടുന്ന് സാധിച്ചു തന്നു. അപ്പോൾ അത് ഞാനും ഇവള് പറഞ്ഞതിന് ശേഷം കേട്ടോ അതൊക്കെ വായിച്ചു നോക്കാം. ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ. പരീക്ഷയ്ക്ക് മുമ്പ് 20, സങ്കീർത്തനം 20, പരീക്ഷ ശേഷം 21. കൊള്ളാം. വചനം പഠിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഇതാണ്. അതായത് ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷം തമ്പുരാന് വേണ്ടി മാറ്റിവെച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അന്ന് ട്രെയിനിങ്ങിന് പോകുന്നതിൻ്റെ തലേദിവസം ഞാൻ അപ്പൻ്റെ അമ്മയുടെ അടുത്തൊക്കെ അപ്പൻ ശരിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കുറേ. അത് കഴിഞ്ഞ് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതായിരുന്നു, കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്നുണ്ടെങ്കിൽ നീ പ്രലോഭനങ്ങൾ നേരിടാൻ തയ്യാറായിക്കൊള്ളൂ. പ്രഭാഷകൻ 2:1. ഇത് തന്നെയാണ് ഞാൻ സെമിനാരിൽ പോകുന്ന തലേദിവസം ബൈബിൾ തുറന്നപ്പോൾ എനിക്കും കിട്ടിയത്. നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് പോകാൻ ഇവിടുന്നെങ്കിൽ നീ പ്രലോഭനങ്ങൾ നേരിടാൻ തയ്യാറായിക്കൊള്ളുക. എല്ലാ ദിവസവും തന്നെ നടക്കുന്നത്. പക്ഷേ വചനം അത്രയും മൂർച്ചയുള്ളതും ജീവനുള്ളതാണെന്ന് അന്ന് തന്നെ ഞാൻ പഠിച്ചത്. പിന്നീട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഓരോ ദിവസം കൃത്യമായിട്ട് ആ വചനത്തിൻ്റെ ഒരു സത്യാവസ്ഥ ഞാൻ കാണുമായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് ആ ഈശോ പിശാചിനെ നേരിട്ട പോലെ കൃത്യമായിട്ട് നമുക്ക് പ്രലോഭനം ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് വചനം ഒത്തിരി സഹായിക്കുന്നുണ്ട്. അതെങ്ങനെ നേരത്തെ കൂട്ടി പഠിച്ചു വെച്ച ഒരു വചനമായിരിക്കില്ല, പക്ഷേ കൃത്യസമയത്ത് ആ വചനം നമ്മളെ സഹായിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ചേച്ചി പറഞ്ഞോളൂ. ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ 8 മക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ അച്ഛൻ്റെ അടുത്ത്. അപ്പം ഞങ്ങളെ ഏറ്റവും വലിയ അമ്മ ഞാൻ നേരത്തെ ആലോചിക്കുമായിരുന്നു ഇങ്ങനെ ബാല്യത്തിലും പഠിക്കുന്ന സമയത്തിലൊക്കെ ആസ്മ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് കോമയിലാണ്. എന്നിട്ടാണ് കർത്താവ് 8 മക്കളുടെ അമ്മയാക്കി മാറ്റിയത്. അതാണ് ഞാൻ ശരിക്കും ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ എൻ്റെ ചില ക്ലാസ്മേറ്റ്സ് ഒക്കെ എന്നെ വിളിച്ചപ്പോൾ പറയായിരുന്നു, നിനക്കാണോ 8 പിള്ളേർ, എന്നും ആശുപത്രിയിൽ കിടന്ന് ഇച്ചിരി ഇല്ലാത്ത നിനക്കാണോ എന്ന് അവർ ചോദിക്കും. അവർക്കങ്ങ് ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറയാം, എന്നിട്ട് അതിലൊരു കുട്ടി പറയാം, ഒരു ഗേൾ സ്റ്റുഡൻറ്റ് പറയായിരുന്നു എൻ്റെ അടുത്ത്, ജസ്ലിൻ്റെ ആ ഒരു ദൈവത്തിലുള്ള ആശ്രയവും നിൻ്റെ ആ ഒരു പ്രാർത്ഥനയും നീ ആ ബൈബിളൊക്കെ വായിക്കുന്നത് കൊണ്ടായിരുന്നിരിക്കും നിനക്ക് എത്രയും പറ്റിയതെന്ന്. അപ്പം ഞാൻ പറയാം, ഈ ഒരു പ്രോ ലൈഫ് ഒരു ചിന്ത ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് വന്നപ്പം ഞങ്ങളെ ഇൻസ്പയർ ചെയ്തൊരു വചനമുണ്ട്. മലാക്കിയുടെ പുസ്തകത്തിലെ 2-ാം അധ്യായം 15-ാം വാക്യം, ഏകാത്മാവും ഏക ശരീരവുമായിട്ടല്ലേ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്, ദൈവഭക്തരായ മക്കളെ അല്ലാതെ മറ്റെന്താണ് ഞാൻ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ആക്ച്വലി ഇതാണ് കാത്തലിക് പാരന്റിങ്ങിന്റെ ഗോൾഡൻ റൂൾ. അതാണ് ദൈവഭക്തിയുള്ള മക്കളെ തരികയല്ലേ ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏക കാര്യം എന്നുള്ളത്. വളരെ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം ഇത് തന്നെയാണ്. നമുക്ക് നമ്മുടെ സമയം പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ കോർഡിനേറ്ററിലേക്ക് പോവാം.
അവസാനമായിട്ട് എന്താണ് ഈ ഒരു വചനത്തെയും കുടുംബത്തെയും മക്കളെയൊക്കെ ചേർത്ത് വെച്ച് നമ്മുടെ കാഴ്ചക്കാരോട് പറയാനായിട്ടുള്ളത്? ഞാൻ പറഞ്ഞപ്പോൾ ഓർത്തൊരു കാര്യം, ഞാൻ കാറ്റഗിസം ടീച്ചറാണ്. ടീച്ചറുമാണ്. കാറ്റഗിസം പഠിപ്പിക്കുന്നതിന് മുമ്പ് അറ്റൻഡൻസ് വിളിക്കുമ്പോൾ പേര് വിളിക്കുമ്പോൾ ഇവരൊരു വചനം പറയും. അപ്പോഴാണ് പ്രസന്റ് മാർക്ക്. വചനം പറഞ്ഞാലേ പ്രസന്റ് മാർക്ക് ചെയ്യുള്ളൂ. കഷ്ടപ്പെടുമല്ലോ. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു. പിള്ളേരെല്ലാവരും വചനം പറയും, ഓരോ പ്രാവശ്യവും മാറി വരും. ചിലപ്പോൾ അപ്പം നോക്കിയിട്ടാണെങ്കിലും, പക്ഷേ ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ ചിലപ്പോൾ ഒരു വചനമായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ഒരു വ്യാഖ്യാനവും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ് ക്ലാസ്സിൻ്റെ ഒരേ സമയം അങ്ങനെ പോകും. അപ്പം പിള്ളേർക്ക് അതിൻ്റെ ഒരു വ്യത്യാസവും വചനത്തോട് താല്പര്യവും, പിള്ളേരിങ്ങനെ വചനം വായിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇന്ന് 5 അധ്യായം ടീച്ചറും വായിക്കും, പിള്ളേരും വായിക്കണം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരിയോടുള്ളൊരു സംസാരമാണ്, ഈ വചനം വായിക്കാനുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ കൂടുതൽ വന്നു. അപ്പോൾ ഈ ബൈബിൾ പഴയ നിയമത്തിലുള്ള ബൈബിൾ ക്യാരക്ടേഴ്സ് ഇതിങ്ങനെ വായിക്കും, ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ പുള്ളിക്കാരിയുടെ ഒരു എക്സ്പീരിയൻസ് എന്നെ ഒത്തിരി ടച്ച് ചെയ്തെന്ന് വെച്ചാൽ, അവരുടെ ഒരു പേഴ്സണൽ ഇൻറ്റൻഷന് വേണ്ടിയിട്ട് പുള്ളിക്കാരി ഒരു തീരുമാനമെടുത്ത് മർക്കോസിൻ്റെ സുവിശേഷം എല്ലാ ദിവസവും മുഴുവനും മർക്കോസിന്റെ സുവിശേഷം മുഴുവൻ വായിക്കാൻ അവരുടെ ഒരു പേഴ്സണൽ നമ്മള് ഒരു ഇന്റൻഷന് വേണ്ടി അന്തോണിസിന് നൊവേന എല്ലാന്നോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഇന്റൻഷന് വേണ്ടി ബൈബിൾ വായിക്കാന്ന് പറയുന്നത് തീരുമാനമെടുത്തത്. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞ ഒരു മാസം ഈ മർക്കോസിന്റെ സുവിശേഷം മുഴുവൻ വായിച്ചു എല്ലാ ദിവസവും. എത്ര നേരം, മക്കളൊക്കെ ഉള്ളതാണ്, എത്ര നേരം രാത്രി 12 മണി വരെ വെച്ചിട്ട് വായിക്കും. ആൾ പറഞ്ഞൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് മർക്കോസിൻ്റെ സുവിശേഷം മുഴുവൻ ഹൃദയത്തിലായ പോലെ. അത് കഴിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ 1-ാം അധ്യായം, 2-ാം അധ്യായം, ഇത് 3-ാം അധ്യായം, അതുപോലെ. അപ്പോൾ പുള്ളിക്കാരൻ ഇനി ബൈബിള് നോക്കിയില്ലെങ്കിലും മർക്കോസിൻ്റെ സുവിശേഷം. വേറെ പ്രത്യേകതകളുണ്ട്. മർക്കോസിന്റെ സുവിശേഷം അറിയാമെങ്കിൽ സുവിശേഷം മുഴുവൻ അറിയാമെന്നുള്ളതാണ്. ആദ്യം എഴുതപ്പെട്ട സുവിശേഷവും ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ടെസ്റ്റ് മർക്കോസിൻ്റെയാണ്. മർക്കോസിനെ അറിയാമെങ്കിൽ സുവിശേഷം മുഴുവൻ അറിയാമെന്നുള്ളതാണ് താങ്കളുടെ സുഹൃത്തിന്. അപ്പൊ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യുന്നതിന് മുമ്പ് വചനം വായിക്കുക എന്നുള്ളൊരു ശീലം പറഞ്ഞത്. വചനം വായിച്ച് തുടങ്ങുകയാണെങ്കിൽ ആ രാവിലെ ദിവസം മുഴുവൻ വിശദീകരിക്കപ്പെടും. വചനം വായിച്ചു തുടങ്ങുകയാണെങ്കിൽ ഒരു കുടുംബം മുഴുവൻ വിശദീകരിക്കപ്പെടും. നമ്മൾ സമയം കഴിഞ്ഞോട്ടെ, അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഈ പറഞ്ഞ അമ്മമാരെല്ലാം നമുക്ക് പങ്കുവെച്ച് തന്നത് വചനത്തിൻ്റെ, പ്രത്യേകിച്ച് മക്കളുടെ ജീവിതത്തിൽ, വൈവാഹിക ജീവിതത്തിൽ, ജോലി സ്ഥലങ്ങളിൽ, ഒരു പുതിയ തുടക്കങ്ങളിൽ എല്ലായിടത്തും വചനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി തന്നെയായിരുന്നു. അവസാനമായിട്ട് വചനം എല്ലാ ദിവസവും അരമണിക്കൂർ വായിക്കുന്നത് ദണ്ഡവിമോചനമാണ്. സഭ നമുക്ക് അനുവദിച്ചിരിക്കുന്ന വലിയൊരു ഭാഗ്യമാണ്. പലർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണത്. എല്ലാ ദിവസവും അരമണിക്കൂർ വചനം വായിക്കുന്നത് ദണ്ഡവിമോചനം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വചനം വായിക്കാം, കുടുംബം ഒന്നിച്ച് നമുക്ക് ഒന്നേന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. ഇതൊരു കൃപയാണ്, ഇത് വായിക്കുക, ഇത് ജീവിക്കുക എന്നുള്ളത്. എല്ലാവരും ചേർന്ന് നിന്ന് ഒന്ന് പ്രാർത്ഥിക്കട്ടെ ഈ നിമിഷം. ഈശോയെ, ദൈവഭക്തിയുള്ള മക്കളെ വാർത്തെടുക്കുക മാത്രമാണ് നീ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതിൽ വലുതായിട്ട് നീ ഞങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് തന്നെയാണ് പൂർണ്ണതയും. അതിന് നീ ഞങ്ങൾക്ക് തന്ന സമ്മാനമാണ് നിൻ്റെ വചനങ്ങൾ, ജീവിക്കുന്ന വചനങ്ങൾ, ജീവദായക വചനങ്ങൾ. ഞങ്ങളുടെ മക്കൾക്ക് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഉപരിയായിട്ട് തമ്പുരാനെ നിന്നെ കൊടുക്കാൻ, നിൻ്റെ വചനം കൊടുക്കാൻ, അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനേക്കാൾ ഉപരിയായിട്ട് ആ വചനം മക്കളുടെ മുമ്പിൽ ജീവിക്കാൻ, എല്ലാ ദിവസവും സുവിശേഷങ്ങളായി തീരാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം തന്നെയാണ് തമ്പുരാനെ ഏറ്റവും വലിയ സുവിശേഷം. വചനത്തെ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ച അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി, ഈ കൃപയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് ഈ ഒരു താല്പര്യം കിട്ടുവാൻ വേണ്ടി, എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ഇത് ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ മക്കളിൽ വചനം ഉരുവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നമ്മോടും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ മക്കൾക്ക് എല്ലാവർക്കും ഒരു ബൈബിൾ സ്വന്തമായിട്ട് കൊടുത്തിട്ടുള്ളല്ലോ അല്ലേ? ഇല്ലെങ്കിൽ മക്കളെ ഇന്ന് തന്നെ വാശി പിടിക്കുക, ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ഒരു ബൈബിൾ തരണമെന്ന് പറഞ്ഞ്. അതായിരിക്കും ഒരു പക്ഷേ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനവും. ആമേൻ.